So hello guys, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഗൈസ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് സോളോ VS കോഡാണ്. ഓക്കെ, സോളോ VS കോഡിൽ നമ്മളിത് നേരെ പീക്കിലാണ് ഇറങ്ങുന്നത്. എടാ ഇവിടെ ടീമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. സ്കാൻ വാച്ചിൽ ഇതേ ഒരൊറ്റ ഒരുത്തിനെ കാണിക്കുന്നില്ല. സോ നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് ലൂട്ട് ചെയ്യാം. AK എടുത്താലോ ഗൈസ്? AK കിട്ടിയിട്ടുണ്ട്. AK വെച്ചിട്ട് കളിച്ചിട്ട് കുറേ ആയി. നമുക്ക് ഈ ഒരു മാച്ച് AK എടുത്ത് കളിക്കാം അല്ലേ? ഈ ഒരു മാച്ച് AK എടുത്ത് കളിക്കാവേ. അതേ ഒരു ഫുൾ സ്കോഡ് ഇറങ്ങുന്നത്. അപ്പോൾ ഏതാ? 3 പേര് കൂടി അവിടെ ഉണ്ട് താഴെ. ഇതേ വരുന്നത്. അയ്യോ, AKയുടെ റീകോയിൽ കുറച്ചോ? AK വെച്ച് അടിക്കുന്ന ഫുള്ള് റെഡ്. എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് AK വെച്ച് കളിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നോക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം. താഴെ ഇനി 2 പേര് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ കയറി ചെല്ലണ്ട ഗൈസ്. ഇപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ സീനാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ലൂട്ടില്ല, വെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. സോ നമുക്ക് ഇവിടുന്ന് ക്ലൂവാള് കാര്യങ്ങളൊക്കെ എടുത്ത് വെസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് ആവട്ടോ. പീക്കിൽ വേറെ എനിമീസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സ്കാൻ വാച്ചിൽ വേറെ ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതേ വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണോട് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായി. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ M4A1 M4A1 മാറ്റിയിട്ട് നമുക്കൊരു UMPയോ അല്ലെങ്കിൽ MP40യോ. അപ്പോൾ തോംസൺ ഉണ്ട്, നമുക്ക് തോംസൺ എടുക്കാം. ഇവിടെയുള്ള ടീം താഴോട്ട് പോയിന്ന് തോന്നുന്നു. ഇവിടെ ആരും കാണുന്നില്ല. താഴെയാണെങ്കിൽ ഏതോ ടീം ആരും സ്പെഷ്യൽ എയർ ഡ്രോപ്പ് എടുത്തിരുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കി വെക്കാം. അപ്പോൾ ഇപ്പോഴും എടുക്കുന്നുണ്ടല്ലേ ഗൈസ്? താഴെയുള്ള ഒരു എയർ ഡ്രോപ്പ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. സോ നമുക്ക് എത്ര പേരുണ്ടെന്നാവും? ഫുൾ സ്കോഡ് ഉണ്ടോ അതോ ഇനി ആ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ? അതെ, എടാ ഇപ്പൊ ഒറ്റ ബുള്ളറ്റ് കൊള്ളുന്നില്ലേ? ഫിജാദ് റീകോയില്. നേരത്തെ ഫുൾ റെഡ്, ഇപ്പോഴാണെങ്കിൽ ഇത് ഇവിടെ ബോഡിയിലും. ഓക്കെ, ഒരുത്തന്നെ ഡൗൺ ആക്കി. അതെ, റിവൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേറെ സ്കോഡ് വന്നു തോന്നുന്നത്. തേർഡ് പാർട്ടി അടിക്കാൻ വേറെ സ്കോഡ് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവർ രണ്ടുപേരും ഫൈറ്റ് ആണ്. ദേ വരുന്നൊരുത്തം കണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഗൈസ്, അവനത് തൊട്ടപ്പോഴേക്കും അവൻ ഡൗണായി. ഇനിയുണ്ടോ? ഇവിടെ 2 പേര് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവരുടെ ടീമിൽ ഒരുത്തം കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നത്. ആ വെൻഡിങ് മെഷീൻ്റെ അവിടെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലൂട്ടൊക്കെ എടുക്കാം. ആൾറെഡി 4 ഇല്ലായിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. നമുക്ക് ഇവിടുന്ന് ലൂട്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു വെൻഡിങ് മെഷീനിലോട്ട് പോയി നോക്കാം ഗേസ്. വെൻഡിങ് മെഷീൻ്റെ അവിടെ വമ്പ ഫൈറ്റ് എടുക്കുന്നുണ്ട്. എത്ര പേരുണ്ട് നോക്കാം അല്ലേ ഗേസ്? ഈ ഒരു സാധനം പൊട്ടിച്ചിട്ട് എത്ര എനിമീസ് ഉണ്ട് നോക്കി നോക്കാം. ഒരുത്തനേ ഉള്ളൂ. അതെ, നമ്മുടെ തൊട്ട് ബാക്കിൽ ഇത് എടുത്ത് വന്നിറങ്ങിട്ടോ. ഓക്കെ, ഏതാ ഗേസ്? ഈ ബേബി ഷോട്ടിന് വെച്ച് ഇങ്ങനെ 1 ടാപ്പ് അടിക്കുന്നത് വേറൊരു ഫീലാട്ടോ. ഇവിടെ ഉള്ള എനിമി പോയോ? വെൻഡിങ് മെഷീൻ്റെ അവിടെ ഒരുത്തനെ കണ്ടായിരുന്നു നേരത്തെ. പോയെന്ന് തോന്നല്ലേ? 5 minutes later. നമുക്ക് എന്തായാലും ഇനി ഫാക്ടറി. അതെ, മുമ്പിലൊരുത്തൻ ഗൈസ്, മുമ്പിലൊരുത്തനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി എടുത്തു പോയിട്ട് അടിക്കാട്ടോ. ഇവിടെ നിന്ന് അടിച്ച് ചുമ്മാ ഇതാക്കണ്ട, കാരണം AK ആണ്, നല്ല റീകോയിൽ അടിക്കും. അതെ, അപ്പോൾ നമ്മളെ കണ്ടിട്ടുകൂടി ഇല്ലാന്ന് തോന്നുന്നു. അതെ, ഫാക്ടറിയിൽ ഗൈസ്, ഫാക്ടറിയിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇതേ, അയ്യോ. അപ്പോൾ അവ ഫൈറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് നമ്മളടിക്കാൻ നോക്കുന്നത് ഗൈസ്. അവിടെ ആൾറെഡി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? ഒരു സ്ക്വാഡ് ഉള്ളതോ? ഓക്കെ ഗൈസ്, ഒരുത്തനെ കണ്ട്. ഇത് ഒരുത്തൻ ടോപ്പിലുണ്ട്. നമുക്ക് ആ ടോപ്പുള്ളവനെ ആദ്യം അടിക്കാൻ നോക്കാം. അതെ, താഴെ. ഓക്കെ, താഴെ ഒരുത്തനെ കണ്ടേ. അവ എവിടെ പോയി? താഴെ ഒരുത്തനെ കണ്ടായിരുന്നു. അവ എവിടെ പോയി? ഇതേ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ എടുത്തതാ. ഓക്കെ, അതെ, ലെഫ്റ്റിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ടേ.
ഇവനെ ഡൗൺ ആക്കി. അവ എവിടെ പോയി? ഓ ഇവിടെ ബാക്കിൽ ഒളിച്ചിരിക്കായിരുന്നല്ലേ കൊച്ചു കള്ളം. അവ നമ്മള് വരുന്നത് നോക്കി അവിടെ ഒളിച്ചിരിക്കായിരുന്നു എന്ന് തോന്നുന്നത്. അയ്യോ ഹെഡ് കയറിയോണ്ട് രക്ഷപ്പെട്ട്. അതെ അടുത്തവൻ ലാൻഡ് ചെയ്തു. എടാ ഇവന്മാർക്കൊക്കെ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങിക്കൂടെ? ഈ ചത്ത് കഴിഞ്ഞാൽ ഗൈസ് വീണ്ടും ഇവിടെ തന്നെ ഒന്ന് ഇറങ്ങുന്നത് എന്തിനാന്നാവും. ഓക്കെ ഓ നല്ല ഡാമേജ് കിട്ടിയേ. പുറത്തോട്ട് വാടാ. ഓ തോംസണിലാണോ സൈലൻസർ വന്നേക്കുന്നത്? ഐ തിങ്ക് സൈലൻസർ തോംസണിൽ ഇട്ടേന്ന് തോന്നുന്നുണ്ട്. അതാ ഡാമേജ് കുറവ്. ഓക്കെ ഗൈസ് 10 കില്ലായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി ഇത് ഫാക്ടറിയില് വേറെ ടീം ഉണ്ട്. മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ട് ആ ഒരു സൈഡിലൊക്കെ. നമുക്ക് എന്തായാലും സോണ് ശൃംഖാവുന്നുണ്ട്. ചുമ്മാ അങ്ങോട്ട് കയറി ഫൈറ്റ് എടുക്കണ്ട. അതെ അവന്മാർ ഇങ്ങോട്ട് വരുന്ന ടൈമില് അതെ ഓക്കെ ഒരുത്തന്നെ ഡൗൺ ആക്കി. ഇതേപോലെ നമുക്ക് സോണിന്റെ ഈ ഒരു അടിച്ചു പിടിച്ച് നിന്നിട്ട് അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫൈറ്റ് എടുക്കാം. അതായിരിക്കും സേഫ്. അതെ നമ്മളാരോ ഹിറ്റ് ലിസ്റ്റ് എടുത്തെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ നമ്മളെ ഹിറ്റ് ലിസ്റ്റ് എടുത്ത ആളെ കാണിക്കുമോ മാപ്പില്? ഗൈസ് മാപ്പിൽ ഇതേ ഒരു റെഡ് കളർ കാണിക്കുന്നത് അതല്ലേ? ഓ അങ്ങനെ ഉണ്ടല്ലേ ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു പാറയുടെ ബാക്കിൽ വെക്കാം ഗൈസ്. താഴോട്ട് ഇറങ്ങണ്ട. നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന എനിമീസിനൊക്കെ ഇവിടെ നിന്നിട്ട് ലൈക്ക് അവരിങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് അടിക്കാം. ഓ അതെ ലെഫ്റ്റില് ഗൈസ് ലെഫ്റ്റിൽ ഒരുത്തത് ഇറങ്ങിയിട്ടുണ്ട്. നൈസ്. അയ്യോ ഓ ഗൈസ് നമ്മുടെ ഹിറ്റില് ഓ ബാക്കിന്ന് റഷ് ചെയ്യുന്നേ. അയ്യോ ഇതെന്താ? സോ ഗൈസ് നമ്മളിത് വീണ്ടും ഇവിടെ സോളോ ഗെയിം സ്കോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും ഗൈസ് നമ്മുടെ ഒപ്പം ഐ തിങ്ക് ഒരു സ്കോഡ് ഉണ്ട് എന്ന് തോന്നുന്നു. സ്കാൻ വാച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒപ്പം ആരും ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ. ഓ ബൈസൺ. ഓക്കെ തോംസൺ എടുക്കാം ഗൈസ്. തോംസണ് നല്ല വുഡ് പെക്കർ ഗൈസ്. 1 ടാപ്പ് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ. ഓയ്യോ ഇത് എടുത്ത് നിൽക്കുന്നേ. അവ എവിടെ പോയി? സാന്റിനോട് ഈ ഒരു ഇതുണ്ട് ബട്ട് അവനെ കാണാനില്ലല്ലോ. സാന്റിനോക്ക് അപ്ഡേറ്റ് വന്നോ? എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. അവ എവിടെ പോയി എന്നാവും. എന്നാലും അവ എവിടെ പോയി ഗൈസ്? സാന്റിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എബിലിറ്റി ഇടുന്ന് എന്നിട്ട് അങ്ങോട്ട് ടെലപ്പോർട്ട് അടിക്കല്ലേ ചെയ്യാ. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഓ അതെ ടോപ്പിലെടുത്ത് നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിലൊക്കെ എന്തിനാ ഇറങ്ങുന്നതെന്നാവും. ഓ വുഡ് പെക്കർ ഇട്ടിയേ ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുഡ് പെക്കർ ഇട്ടിയിട്ടുണ്ട്. ഇതിന്റെ ടോപ്പിലോട്ട് കയറാൻ വല്ല വഴിയുണ്ടോ ഗൈസ്? ഈ ഒരു പീക്കിന്റെ ടോപ്പിലോട്ട് ഗൈസ്. പീക്കിൽ ആ ടോപ്പിലുണ്ടായിരുന്ന എനിമിയാന്ന് തോന്നുന്നത് സോളോ ഡെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ടോപ്പിൽ നിന്ന് സോളോ ഡെയർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെ അടിച്ചിടാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കി നോക്കാം. ഇതിന്റെ ടോപ്പിലോട്ട് എങ്ങനെയാലും കയറാൻ പറ്റിയിരുന്നെങ്കിൽ മറ്റേ എന്താ പറയാ മിനി ലോഞ്ച് പാഡ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറി. ഓ ഏതാ? ഇറ്റ്സ് ഒരു സോളോ പ്ലെയർ ആയിരുന്നു തോന്നുന്നത്. ഇവിടെ ടീം വെക്കുന്നുണ്ട്. മെയ്സിനകത്ത് ഒരുത്തനെ കണ്ട് പിന്നെ ലോങ്ങിൽ ഒരുത്തുണ്ടെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ഇവനങ്ങ് കയറി അടിക്കാം ഗൈസ്. ഇതേ നിൽക്കുന്നേ. അയ്യോ അതെ അടുത്ത ആളെ എന്ത് വുഡ്പെ കുറിച്ച് ഒന്നും കൊള്ളുന്നില്ലല്ലോ. ഇത് ഫുൾ സ്കോഡ് വരും ഇപ്പോ. ഓക്കെ ഒരുത്തണ്ടോണേ. അത് വേറെ എനിമിയാണല്ലേ? വേറെ എനിമിയാണ് ഗൈസ്. ഓ അതെ ഏതാ? ഐ തിങ്ക് ഒരുത്തും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. ഇതേ അയ്യോ 3 പേര് ഡൗൺ ആക്കി. 4. അയ്യോ റീകോയില് എടാ. ഓക്കെ
അയ്യോ ഏതാ ഏതാ സ്കോഡ് വൈപ്പ് ഗൈസ്. എടാ ഇപ്പോഴും മറ്റോ അതിന്റെ ടോപ്പിലാന്ന് തോന്നുന്നേ. യു എ വിയിലുണ്ടോ? യു എ വിയിൽ കാണിക്കുന്നില്ല റെഡ് കളറ് കണ്ടോ ഗൈസ്? ഇപ്പോഴും മറ്റവൻ പീക്കിന്റെ ടോപ്പിൽ തന്നെയാന്ന് തോന്നുന്നത്. ഇതിന്റെ ടോപ്പിലോട്ടൊന്ന് ആ മിനി ലോഞ്ച് പാഡ് നമുക്ക് വെൻഡ് മെഷീൻ മേടിക്കാൻ പറ്റുമോ? ഓ കണ്ടോ ഇപ്പോഴും അവന്മാർ അതിന്റെ ടോപ്പിലാടാ. ഇതിവിടെ താഴെ വേറൊരുത്തിനെ കണ്ടിട്ടുണ്ട്. ഓ അതെ 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 ഫ്രണ്ടിലിതാ. എടാ അവ എന്ത് ഇച്ചാതി രൂപം ഗൈസ്. തൊട്ടു മുമ്പിൽ നമ്മൾ ഫയർ ചെയ്തിട്ടും അവ നോക്കി നിൽക്കുന്നു. ഓ അതെ ഓ മറ്റന്മാര് ടോപ്പുള്ളവര്. ഓ അവ ഓക്കെ ഒരുത്തനെ ഡൗൺ ആക്കിട്ടോ, ഒരുത്തനെ ഡൗൺ ആക്കിയേ. അവന്റെ ടീമേറ്റ് കൂടി അതിന്റെ ടോപ്പിലുണ്ട് എന്ന് തോന്നുന്നു. ഇതിനകത്തുനിന്ന് മറ്റേത് മേടിക്കാൻ പറ്റുമോ? ആ മിനി ലോഞ്ച് പാഡ്. ഓ ലോഞ്ച് പാഡ് ഉണ്ടല്ലേ. നമുക്ക് കില്ല് കിട്ടുമില്ലേ നോക്കിയാൽ. സ്കില്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലോട്ട് പോകണ്ട. കില്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓ അതെ അടുത്തോ. ഓ കില്ല് കിട്ടി. അപ്പൊ അതിന്റെ ടോപ്പിൽ ആളില്ലാന്ന് തോന്നുന്നു. ഒറ്റൊരു തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു മാച്ചിൽ പീക്ക് വിട്ട് പോയിട്ടില്ല കേട്ടോ. പീക്കിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് മുതൽ ഇതുവരെ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആ ഒരു എഡ്ജിലോട്ട് മറ്റേ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോയി എന്നല്ലാതെ പീക്കെന്ന് നമ്മൾ മാറിയിട്ടേ ഇല്ല. അതെ അടുത്ത എനിമി ഗൈസ്. ഒറ്റൊരു തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ. എവിടെ പോയി? ഓ എടാ എന്താ കണക്റ്റ് ആവത്തെ? അയ്യോ ആവശ്യമുള്ള സമയത്ത് ഒന്നും കൊള്ളത്തില്ല കേസ്. അല്ലെങ്കിൽ ഫുള്ള് ഹെഡായിരിക്കും. ആവശ്യമുള്ള സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഹെഡ് പോയിട്ട് ബോഡി പോലും കൊള്ളത്തില്ല. അയ്യോ ഇത് ടോപ്പിൽ വീണ്ടും വന്നോ? ടോപ്പിൽ വീണ്ടും വന്ന് ഇറങ്ങിയെന്ന് തോന്നേ. അയ്യോ അയ്യോ തീർന്ന് 20 HP. ഓക്കെ അപ്പൊ നമുക്കാണെങ്കിൽ ഓപ്പണില് പോകാനും പറ്റത്തില്ല കേസ്. ആ ടോപ്പുള്ളവൻ നിങ്ങളുടെ ടോപ്പ് ഒന്ന് അടിക്കുന്ന നോക്ക്. ഓ അതെ അവിടെ ഫൈറ്റ് ആണ് കേസ്. അവിടെ ഫൈറ്റ് ആണ്. ലെറ്റ്സ് ഗോ. ഇതെവിടെ താഴെ വേറെ എനിമി ഉണ്ടല്ലേ. താഴെ ഇത് ഓക്കെ. ഇത് അടുത്തോ ഏതാ? അവ സോണ് ഷ്രിങ്ക് ആവുന്നോണ്ട് ലൈക്ക് അവിടുന്ന് ഇറങ്ങാൻ നോക്കിയാന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ നൈസായിട്ട് 2 ഹെഡ്ഷോട്ട് കൊടുത്ത്. അപ്പോൾ അത് ആരോ ഡ്രോപ്പ് എടുക്കാൻ വരുന്നുണ്ട് ഗൈസ്. ഡ്രോപ്പിന്റെ അങ്ങോട്ട് ഓ ഡ്രോപ്പ് ആരും എടുക്കുന്നുണ്ടല്ലേ. 2 പേരുണ്ട്. അത് 3 പേരുണ്ടോ? അപ്പൊ ഇവനല്ലേ നമ്മൾ കുറച്ചു മുമ്പ് കില്ല് ചെയ്തേ. ഓക്കെ തൊട്ട് മുമ്പ് നമ്മൾ ആ മെയ്സിനകത്തുനിന്ന് കില്ല് ചെയ്താ. അയ്യോ ഇത് മുമ്പില് എടാ 237 കൊടുത്തിട്ട് അവൻ ഡൗൺ ആയില്ല. ഇതെന്ത്? ഓതെ ഒരുത്ത വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. റിവൈവ് ചെയ്താണല്ലോ മിക്കവാറും. അതെ റിവൈവ് ചെയ്ത്. ന്യൂബന്മാരാട്ടോ മൊത്തം. ഡയമണ്ട് 1 ആണ് റാങ്ക്. ബട്ട് ഇതൊക്കെ നമ്മൾ അടിക്കുന്ന കണ്ടിട്ടും അവ അങ്ങോട്ട് ഇരുന്നേക്കുന്നു. അതെ ഇവരെ ലാസ്റ്റ് പ്ലെയർ അല്ലേ അത്? അയ്യോ ലാസ്റ്റ് സോണിലും ഇവന്മാര് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7 പേരൂടി. ഓക്കെ ഇനി നമ്മളും 3 പേരും മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ടീമാണോ അല്ലേന്ന് അറിയത്തില്ല. 2 പേര് റൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, ഒരുത്തത് ലെഫ്റ്റിൽ നിൽക്കുന്നുണ്ട്. ടീമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ട്. അയ്യോ 189 എടാ. ഓക്കെ ഒരുത്തണ്ടോണ്. ഈ 2 പേരെ കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ സെറ്റ്. ഇത് അടുത്ത വരുന്നത്
എടാ ഇതെന്ത്? ഓ യെസ്, വീണ്ടും നമുക്ക് ബൂയ മിസ്സായി പോയി. എന്തായാലും ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രീ ഫയർ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് എത്തിക്കുക. ഇതിലും വെച്ചൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ എ ജെ സൈനിങ് ഓഫ്.